ഹലോ ഫ്രണ്ട്സ്, അകലെ ലേറ്റസ്റ്റ് റിവ്യൂ. രാവിലെ രാജു ഉറക്കമുണരുന്നതിന് മുമ്പ് തന്നെ കയ്യിലൊരു കപ്പ് ചായയുമായിട്ട് രമ്യ വന്നിങ്ങനെ നിൽക്കുവാണ്. രാജു രാജു എന്നും പറഞ്ഞ് അവൾ വിളിക്കുവാണ്. പെട്ടെന്ന് രാജു കണ്ണു തുറന്നു നോക്കുമ്പോൾ രമ്യയെ കണ്ടത് രാജുവിന് വല്ലാത്തൊരു ഇറിറ്റേഷനാണ്. ദൈവമേ, ഇവളെന്തിനാ ഈ രാവിലെ ഇങ്ങനെ എൻ്റെ മുന്നിൽ വന്ന് നിൽക്കുന്നത്? രാജു, ചായ. നീ എന്തിനാ എനിക്ക് ചായ കൊണ്ടുവന്നത്? നിന്നോട് ആരെങ്കിലും ചായ ചോദിച്ചോ? അത് രാജു, ഇനി മുതൽ എൻ്റെ കടമയാണ് രാജുവിന് ചായ തരേണ്ടതൊക്കെ എന്ന് നിന്നോട് ആര് പറഞ്ഞു? രാജു മറന്നുപോയോ? ഞാനും അമ്മയും കൂടെ വന്ന് പ്രതാപവർമ്മ സാറിൻ്റെ അടുത്തെല്ലാം സംസാരിച്ചതല്ലേ? രാജു ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ നമ്മുടെ വിവാഹം നിശ്ചയിച്ചതൊക്കെ അങ്ങ് മറന്നുപോയോ? ഇനി മുതലേ രാജുവിൻ്റെ എല്ലാ കാര്യങ്ങളും ഞാനാണ് നോക്കുന്നത്. രമ്യ, നീ ഇവിടെ നിന്ന് പൊയ്ക്കേ, അല്ലെങ്കിൽ തന്നെ മനുഷ്യനാകെ തലയ്ക്ക് വട്ടുപിടിച്ചിരിക്കുക. അപ്പോൾ ആ സമയത്ത് രാധമ്മ ഒരു കപ്പ് ചായയായിട്ട് അങ്ങോട്ട് വരുന്നുണ്ട്. അല്ല രമ്യ, എന്താ ഇവിടെ ഇപ്പോൾ ഇങ്ങോട്ട് വന്നേ? അത് ഞാൻ രാജുവിന് ചായയും കൊണ്ടുവന്നതാ. രാജുവിന് ചായ എന്തിനാ ഇപ്പോൾ കൊണ്ടുവന്നേ? ഞങ്ങൾ കൊടുത്തോളുമല്ലോ അവന് ചായ. അത് രാധമ്മ, ഇനി മുതൽ രാജുവിന് ചായയൊക്കെ കൊടുക്കുന്നത് ഞാൻ തന്നെ. രമ്യ അങ്ങനെ വലിയൊരു അധികാരഭാവത്തിലാണ് രാധമ്മയോട് സംസാരിക്കുന്നത്. രാധമ്മയ്ക്കും അത് ഒട്ടും അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. പക്ഷെ എന്ത് ചെയ്യാനാ, അവളുടെ വീട്ടിലാണല്ലോ വാടകയ്ക്ക് ഇരിക്കുന്നത്. പോരാത്തതിന് പ്രതാപവർമ്മ സാർ രമ്യയായിട്ട് രാജുവിൻ്റെ കല്യാണം നടത്തണമെന്നും പറഞ്ഞിരിക്കുമല്ലയോ. രമ്യ രാജുവിനെ അവൾ കൊണ്ടുവന്ന ചായ കുടിക്കാൻ അങ്ങോട്ട് നിർബന്ധിക്കുമ്പോൾ പെട്ടെന്ന് രാജു രാധമ്മയുടെ കയ്യിലിരിക്കുന്ന ചായ മേടിച്ചങ്ങ് കുടിക്കുവാണ്. ഇത് രമ്യ വല്ലാതെ ഇൻസൾട്ട് ചെയ്യുന്ന പോലെ ആയിപ്പോയി. അവൾക്ക് വല്ലാത്തൊരു ദേഷ്യം വന്നിട്ട് അവൾ പറയാ, ഇങ്ങനെയാണെങ്കിൽ ഞാൻ എൻ്റെ അമ്മയോട് ചെന്ന് ഇതെല്ലാം പറയും. ഞങ്ങൾ വീണ്ടും ചെന്ന് പ്രതാപവർമ്മ സാറിനെ കാണും. ഇങ്ങനെ പറഞ്ഞപ്പോൾ രാധമ്മയ്ക്ക് മനസ്സിലൊരു പേടി. രമ്യ, നീ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത്? നീ കൊണ്ടുവന്ന ചായ അവൻ കുടിച്ചാൽ പോരെ? അതവിടെ വെച്ചേരെ, അവൻ കുടിച്ചോളും. വർമ്മ സാറിനെ ഒന്നും പോയി കണ്ട് ഈ കാര്യങ്ങളൊന്നും പറയാൻ പോവണ്ട എന്നിങ്ങനെ രാധമ്മ പറയുമ്പോൾ അവൾ മനസ്സുകൊണ്ട് ചിരിക്കുവാണ്. എന്നുവെച്ചാൽ ഈ മുന്നോട്ടുള്ള കാര്യങ്ങളൊക്കെ വർമ്മ സാറിൻ്റെ പേര് പറഞ്ഞ് ഇവരെ ഇങ്ങനെ ഭയപ്പെടുത്തി മുൾമുനയിൽ നിർത്താമെന്ന് രമ്യ ഇങ്ങനെ മനസ്സിൽ പ്ലാൻ ചെയ്യുകയാണ്. രാധമ്മേ, ഞാനിപ്പോൾ ഈ ചായ ഇവിടെ വെക്കാം, പക്ഷേ ഇത് രാജുവിനെ കൊണ്ട് കുടിപ്പിച്ചോണം എന്നൊരു അധികാര ഭാവത്തിൽ പറഞ്ഞുകൊണ്ട് രമ്യ അവിടെ നിന്ന് അങ്ങ് പോവുകയാണ്. രാജു ചോദിക്കുന്നു, എന്താ അമ്മ ഇതൊക്കെ? അതെന്താന്ന് നീ എന്നോട് ചോദിച്ചാൽ എങ്ങനെ? വർമ്മ സാറ് രമ്യയെ നീയോട്ടുള്ള കല്യാണം നടത്താനല്ലേ പറഞ്ഞത്? അപ്പോൾ നീ ഒന്നും പറഞ്ഞില്ലല്ലോ. രമ്യ കല്യാണം കഴിക്കാൻ പറ്റില്ലെന്നോ അല്ലെങ്കിൽ ഹൃദയമോളെ നീ കല്യാണം കഴിക്കാമെന്നോ എന്തെങ്കിലും നീ പറഞ്ഞോ? അങ്ങനെയൊന്നും പറയാത്ത സ്ഥിതിക്ക് ഇങ്ങനെയൊക്കെ ആയിരിക്കും സംഭവങ്ങൾ. പത്മാവതി മേഡവും ഹൃതികയും അവർ പറഞ്ഞു വെച്ച സ്ഥലത്ത് കണ്ടുമുട്ടുകയാണ്. പത്മാവതി മകളെ സമാധാനിപ്പിക്കുന്നുണ്ട്. മോള് വിഷമിക്കണ്ട, മോക്കിഷ്ടമില്ലാത്ത ഈ കല്യാണം നടക്കത്തില്ല. അതിനുവേണ്ടി ഈ ആൻറ്റി ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ട്. അതിനുവേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ഈ ആൻറ്റി മോക്ക് ചെയ്തു തരും. ഇല്ല ആൻറ്റി, ആര് പറഞ്ഞാലും രാജുവിൻ്റെ മനസ്സ് മാറില്ല. രാജുവിൻ്റെ മനസ്സിൽ ഞാനില്ല. രാജു എന്നെ അങ്ങനെ കണ്ടിട്ടില്ലെന്നാണ് പറയുന്നത്. രാജുവിന് ഒരിക്കലും എന്നെ അങ്ങനെ സ്നേഹിക്കാൻ കഴിയില്ല എന്നിങ്ങനെ ഹൃതിക പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ രാജു അങ്ങോട്ട് ബൈക്കിൽ വരുന്നുണ്ട്. ഈ സമയത്ത് അവിടെ ഒരു കുറ്റിക്കാടിനടുത്ത് ദീപക് മറിഞ്ഞു നിൽക്കുവാണ്. ഹൃതിക എവിടൊക്കെ പോകുന്നോ അവളെ വാച്ച് ചെയ്യണമെന്നാണല്ലോ അവൻ്റെ അമ്മ അംബിക പറഞ്ഞിരിക്കുന്നത്. അതനുസരിച്ച് ഹൃതികയെ വാച്ച് ചെയ്ത് അവൻ അവിടെ വന്ന് നിൽക്കുവാണ്. രാജുവിനോട് പത്മാവതി മേഡം പറയുന്നു, രാജു, ഞാൻ വിളിപ്പിച്ചത് എന്തിനാണെന്ന് നിനക്ക് നല്ലതുപോലെ അറിയാം. ഹൃതികമോളുടെ കാര്യം സംസാരിക്കാൻ തന്നെയാണ് രാജു ഞാൻ നിന്നെ വിളിപ്പിച്ചത്. ഹൃതികമോൾക്ക് രാജുവിനോടുള്ള പ്രണയം രാജുവിന് അറിയാവുന്നതല്ലേ. മനസ്സിൽ ഒരാളെ പ്രതിഷ്ഠിച്ചുകൊണ്ട് മറ്റൊരാളെ വിവാഹം കഴിക്കാൻ ഒരു പെൺകുട്ടിക്കും കഴിയില്ല. രാജു എന്തുകൊണ്ടാണ് ഹൃതിയെ വിവാഹം കഴിക്കാൻ ഇങ്ങനെ തടസ്സം പറയുന്നത്? അതെന്താ കാരണമെന്ന് എനിക്കറിയണം. അത് മേഡം, ഞാൻ പ്രതാപവർമ്മ സാറിനെ കണ്ടിരിക്കുന്നത് എൻ്റെ അച്ഛനെയും അമ്മയെക്കാളും, അതായത് ദൈവത്തിനേക്കാളും മുകളിലാണ് കണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള ഒരാളിൻ്റെ മകളെ എനിക്ക് വിവാഹം കഴിക്കാൻ കഴിയില്ല മേഡം. എനിക്കത് ചിന്തിക്കാൻ പോലും കഴിയില്ല. ഇതെല്ലാം ദീപക് അവിടെ നിന്ന് ഒളിഞ്ഞു നിന്ന് കേൾക്കുന്നുണ്ട്. പക്ഷെ ഇവരാരും അവനെ കാണുന്നില്ല. വേണ്ട ആൻറ്റി, ഇനി രാജുവിനെ നിർബന്ധിക്കേണ്ട. രാജു ഒരിക്കലും എന്നെ സ്നേഹിക്കില്ല. രാജുവിൻ്റെ മനസ്സിൽ ഞാനില്ല എന്നിങ്ങനെ ഹൃതിക സങ്കടത്തോടെ രാജുവിൻ്റെ കണ്ണിൽ നോക്കിയാണ് ഇങ്ങനെ പറയുന്നത്. അപ്പോഴും രാജു വെറും ഒരു പൊട്ടനെ പോലെ ഇങ്ങനെ നിൽക്കുവാണ്. ഇത്രയൊക്കെ എല്ലാവരും പറഞ്ഞിട്ടും രാജുവിനൊന്നും മാറ്റി ചിന്തിക്കാനേ തോന്നുന്നില്ല. ഇനി എന്തൊക്കെ പറഞ്ഞാലും രാജുവിൽ നിന്ന് ഈ മറുപടിയെ കിട്ടത്തുള്ളെന്ന് മനസ്സിലാക്കിയിട്ട് പത്മാവതി മേഡം ഒന്നും മിണ്ടുന്നില്ല. ശരി മേഡം, ഞാൻ എൻ്റെ തീരുമാനം പറഞ്ഞു, എനിക്ക് ഇത്രേ പറയാൻ പറ്റൂ എന്നും പറഞ്ഞ് രാജു പെട്ടെന്ന് അവിടെ നിന്ന് അങ്ങ് പോവുകയാണ്. മോള് വിഷമിക്കണ്ട, ഈ കല്യാണം നടക്കില്ല. ആ വൃത്തികെട്ടവനെ കൊണ്ട് എൻ്റെ മോളെ കല്യാണം നടത്തത്തില്ല. എൻ്റെ മോളെന്നറിയാതെ പത്മാവതിയുടെ വായിൽ നിന്ന് വീണ് പെട്ടെന്ന് ഹൃതിയെ അങ്ങ് കേട്ട് ഞെട്ടുന്നുണ്ട്. അല്ല, ഈ ആൻറ്റി നടത്തത്തില്ല എന്നിങ്ങനെ പത്മാവതി പെട്ടെന്ന് തിരുത്തി പറയുവാണ്. അതിന് ആൻറ്റിക്ക് ദീപക്കിനെ അറിയാവോ? പിന്നെ അവനെ ആരാ അറിയാത്തത്? വന്ന നാറി ഇങ്ങനെ പറയുന്ന ദീപക് കേൾക്കുന്നുണ്ട്. അവൻ പറയാ, ഈ പെണ്ണുമ്പിള്ളക്ക് ഞാൻ എന്തോ ചെയ്തിട്ടാ എന്നെ ഇങ്ങനെ കുത്തി പറയുന്നത്?
കാറ് കയറ്റി കൊല്ലണം ഇവരെ അങ്ങ്. ഈ കല്യാണം തടയാൻ നമ്മളെ കൊണ്ട് പറ്റും. അതെങ്ങനെയാ ആൻറ്റി? അത് മോള് പ്രായപൂർത്തിയായ കുട്ടിയല്ലേ. മോളുടെ അനുവാദമില്ലാതാണ് ഈ കല്യാണം നടത്തുന്നതെന്ന് മോക്ക് ഇഷ്ടമില്ലാതെയാണെന്നൊരു കംപ്ലൈൻറ്റ് കൊടുത്താൽ മതി. അത് പോലീസിലൊക്കെ കംപ്ലൈൻറ്റ് കൊടുക്കണ്ടേ ആൻറ്റി? അതെൻ്റെ അച്ഛന് വളരെ വിഷമമാവില്ലേ? അതൊന്നും വേണ്ട ആൻറ്റി, എൻ്റെ തലവിധി അങ്ങനെയാണ്. ഞാൻ ജനിച്ച ദിവസമേ അങ്ങനെ ആയിരിക്കും ആൻറ്റി. എനിക്ക് ആഗ്രഹിക്കുന്ന ഒന്നും കിട്ടുന്നില്ല. ചെറുപ്പത്തിലേ എൻ്റെ അമ്മ എന്നെ ഉപേക്ഷിച്ചു പോയി. ഞാൻ എൻ്റെ പ്രാണനെ പോലെ കരുതുന്ന എൻ്റെ അച്ഛൻ പോലും എന്നെ മനസ്സിലാക്കുന്നില്ല. ആത്മാർത്ഥമായി ഞാൻ പ്രണയിക്കുന്ന എൻ്റെ രാജു പോലും എന്നെ മനസ്സിലാക്കുന്നില്ല. എന്താ ആൻറ്റി എൻ്റെ തലവിധി ഇങ്ങനെ ആയിപ്പോയത്? തൻ്റെ മുന്നിൽ നിന്ന് സങ്കടങ്ങൾ പറഞ്ഞ് വിങ്ങിപ്പൊട്ടുന്ന പൊന്നുമോളെ ഒന്ന് കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിക്കാനോ മോളെ ഞാൻ നിൻ്റെ അമ്മയാണെന്നോ പറയാൻ പത്മാവതി മാഡത്തിന് കഴിയുന്നില്ല. ശരി ആൻറ്റി, ഞാനിനി പോവുകയാണ് എന്നും പറഞ്ഞ് ഋതിയെ അങ്ങ് പോകുന്നുണ്ട്. പെട്ടെന്ന് ആ മണ്ടൻ ദീപക്കിൻ്റെ തലയിലൊരു ഐഡിയ, അയ്യോ ഈ വീഡിയോ അങ്ങ് എടുത്ത് അമ്മയെ കൊണ്ട് കാണിക്കാം. അയ്യോ ഋതിയെ അങ്ങ് പോയല്ലോ, എന്നാലും കുഴപ്പമില്ല, ഈ പെണ്ണുമ്പിള്ളയുടെയെങ്കിലും വീഡിയോ എടുക്കാം എന്നും പറഞ്ഞ് പത്മാവതിയുടെ ഒരു വീഡിയോ അവൻ എടുക്കുന്നുണ്ട്. വർമ്മയുടെ വീട്ടിൽ അനുജൻ ശേഖറുമായിട്ട് വർമ്മ രാഷ്ട്രീയ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുവാണ്. ആ സമയത്ത് ഭയങ്കര സന്തോഷത്തോടെ അംബിക അങ്ങോട്ട് ഓടി വരുവാണ്. പ്രതാപ, ഞാൻ ജോത്സ്യരെ വിളിച്ചിട്ടുണ്ട്, ജോത്സ്യരിപ്പോൾ എത്തും, നമുക്ക് എത്രയും പെട്ടെന്ന് നമ്മുടെ കുട്ടികളുടെ വിവാഹം നടത്തണം എന്നൊക്കെ ഭയങ്കര സന്തോഷത്തോടെ പറയുവാണ്. ഇത് കേട്ടിട്ട് ശേഖരന് ദേഷ്യം കൊണ്ട് പല്ല് കടിച്ച് നിൽക്കുക. എന്തു പറയണമെന്നറിയാതെ ആകെ വിഷമിച്ച് പ്രതാപവർമ്മയെ അങ്ങനെ ഇരിക്കുവാണ്. അടിവില്ലിൽ അകപ്പെട്ടു പോയ എലിയുടെ കൂട്ടായി പോയല്ലോ പ്രതാപവർമ്മയുടെ ജീവിതം. ആ രീതിക്കൊരു കുരുക്കാണല്ലോ അംബിക പ്രതാപൻ്റെ കഴുത്തിലിട്ടിരിക്കുന്നത്. ആ സമയത്ത് അംബിക പറഞ്ഞു വെച്ച ആ ജോത്സ്യൻ അങ്ങോട്ട് വളരെ സന്തോഷത്തോടെ വരുന്നുണ്ട്. ജോത്സ്യരെ കണ്ടതും അംബികയ്ക്ക് ഭയങ്കര സന്തോഷമാവുക. കാരണം അംബിക നേരത്തെ എല്ലാം പറഞ്ഞുറപ്പിച്ച് വെച്ചിരിക്കുവാണ് ആ ജോത്സ്യരുമായിട്ട്. ആ ജോത്സ്യൻ അംബികയുടെ വലങ്കയുമാണ്. ജോത്സ്യൻ പറയുന്നത്, അംബിക മേഡം തന്ന നാളൊക്കെ വെച്ചിട്ട് ഞാൻ നല്ലൊരു ഡേറ്റ് കുറിച്ചിട്ടുണ്ട്, വളരെ നല്ല ശുഭമുഹൂർത്തമാണ്, മറ്റന്നാളാണ് ആ ഡേറ്റ്. ഇങ്ങനെ ജോത്സ്യൻ പറയുമ്പോൾ അംബികയ്ക്ക് സന്തോഷം കൊണ്ട് നിൽക്കാൻ വയ്യ. കാരണം അവള് പറഞ്ഞെടുത്ത ഡേറ്റും ഒക്കെ ആണല്ലോ ഇതെല്ലാം. ഇതൊക്കെ കേൾക്കുമ്പോൾ ശേഖറിന് സഹിക്കാൻ പറ്റുന്നില്ല, സങ്കടവും ദേഷ്യവും. ശേഖർ അവിടെ ഇരുന്നങ്ങ് വിഷമിക്കുവാണ്. അതുപോലെ തന്നെയാണ് പ്രതാപവർമ്മയും. എന്തു പറയാനാ, ഇത് പറ്റില്ലെന്നോ നടത്തത്തില്ലെന്നോ ഒന്നും പറയാൻ പറ്റില്ലല്ലോ. അങ്ങനെ വന്ന ജോത്സ്യൻ അംബികയുടെ കയ്യിൽ നിന്ന് പൈസയൊക്കെ വാങ്ങിക്കൊണ്ട് ആ മുഹൂർത്തം കുറിച്ചതും അവരുടെ കയ്യിൽ കൊടുത്തിട്ട് പോവുകയാണ്. അംബിക വളരെ സന്തോഷത്തോടെ, പ്രതാപ നീ ഇത് കണ്ടോ, നീ ഒന്ന് വായിച്ച് നോക്കിക്കേ എന്നും പറഞ്ഞ് പ്രതാപൻ്റെ കയ്യിലോട്ട് കൊടുക്കുവാണ്. യാതൊരു താല്പര്യമില്ലാതെ വാങ്ങിക്കാതിരിക്കാനും പറ്റില്ലല്ലോ. പക്ഷേ പ്രതാപൻ അത് വാങ്ങി ഇങ്ങനെ സങ്കടത്തോടെ നോക്കുന്നുണ്ട്. ഇനി ഇത് എൻ്റെ കയ്യിലിരുന്നോട്ടെ എന്നും പറഞ്ഞ് അംബിക അങ്ങ് വാങ്ങിക്കുവാണ്. ആ സമയത്ത് യാമിനി അങ്ങോട്ട് വരുന്നുണ്ട്. യാമിനി, നീ ഋതികയെ വിളിച്ചോണ്ട് വാ, ജോത്സ്യർ വന്ന് മുഹൂർത്തമൊക്കെ തീരുമാനിച്ചു, മറ്റന്നാളാണ് കല്യാണം, അത് അവളും കൂടെ അറിയട്ടെ എന്നിങ്ങനെ പറയുമ്പം യാമിനി പെട്ടെന്ന് പ്രതാപനോട് പറയുന്നു, പ്രതാപേട്ട ഒന്നുകൂടെ ഒന്ന് ആലോചിച്ചിട്ട് പോരെ എന്നിങ്ങനെ പറയുമ്പോൾ അംബികയ്ക്ക് ദേഷ്യം വരുവാണ്. യാമിനി, നിന്നോട് എന്തുവാ പറഞ്ഞത്? ഋതിക മോളെ വിളിച്ചോണ്ട് വരാനല്ലേ പറഞ്ഞത്? അത് കേട്ടിട്ട് യാമിനി പോയി ഋതികയെ വിളിച്ചോണ്ട് വരുന്നുണ്ട്. ഋതിക വന്ന് വളരെ സങ്കടത്തോടെ തല കുനിഞ്ഞിങ്ങനെ നിൽക്കുന്നുണ്ട്. അച്ഛനെ ഒന്ന് നോക്കുന്നു, അച്ഛൻ മകളെയും നോക്കുന്നുണ്ട്. അംബിക ഉടനെ ഋതികയോട് പറയുക, ഋതുമോളെ നിങ്ങളുടെ കല്യാണമൊക്കെ നിശ്ചയിച്ചു കഴിഞ്ഞു, ഇനി പഴയതുപോലൊന്നും നീ ആവർത്തിച്ചേക്കരുത്. പണ്ട് നടന്നതൊക്കെ ഓർമ്മയുണ്ടല്ലോ. പണ്ടൊരു കത്തെഴുതി വെച്ചിട്ട് നീ ഇറങ്ങി ഓടിയതും രാജുവിനെ കല്യാണം കഴിച്ചതാണെന്നും പറഞ്ഞ് നാടകം നടത്തിയതൊന്നും ഇനി അങ്ങനെയുള്ള ഒരു നാടകവും നീ നടത്തിയേക്കരുത്. അതൊന്നും ഇവിടെ ചിലവാകില്ല. ഞാൻ പറഞ്ഞതൊക്കെ മനസ്സിലായല്ലോ ഋതികയെ എന്നിങ്ങനെ പറഞ്ഞപ്പോൾ ഋതിക ഒന്നും മിണ്ടാതെ അച്ഛനെ ഒന്ന് നോക്കിയിട്ട് മുകളിലോട്ട് കയറി അങ്ങ് പോവുകയാണ്. ആ സമയത്ത് ദീപക് അങ്ങോട്ട് ഓടി വരിക. അമ്മേ എന്നും പറഞ്ഞ് ഭയങ്കര സന്തോഷത്തിൽ, ഏതോ ഒരു വലിയ ലോട്ടറി അടിച്ച സന്തോഷത്തിലാണ് അവൻ ഓടി വരുന്നത്. അമ്മ ഇങ്ങോട്ട് വന്നേ എന്നും പറഞ്ഞ് അവൻ അംബികയെ വിളിച്ചുകൊണ്ട് അങ്ങ് പോവുകയാണ്. ഈ സമയത്ത് ശേഖർ വർമ്മയോട് ചോദിക്കുന്നത്, ചേട്ടാ ചേട്ടൻ എന്തോ തീരുമാനിച്ചിരിക്കുന്നത്, ചേട്ടനെ ഈ കല്യാണത്തിന് സമ്മതിക്കുവാണോ എന്ന് ചോദിക്കുമ്പോൾ വർമ്മയ്ക്ക് ഒന്നും പറയാൻ പറ്റുന്നില്ല. വർമ്മ ഇങ്ങനെ ഒന്നും മിണ്ടാതിരുന്നിട്ട് പതുക്കെ തലയാട്ടിയിട്ട് മുകളിലോട്ട് കയറി അങ്ങ് പോവുകയാണ്. ദീപക് അവൻ്റെ അമ്മയോട് പറയാം, അമ്മ പറഞ്ഞില്ലേ ഋതിക എവിടെ പോയാലും അവളെ വാച്ച് ചെയ്യണമെന്ന്, ഞാൻ അവിടെ കൂടെ പോയമ്മേ, അവൾ ആരെയാ കണ്ടേന്നറിയോ? അവിടെ അമ്മേ. പത്മാവതിയോ? അമ്മയും മോളും തങ്ങൾ കണ്ടെന്നോ? നീ എന്തുവാടാ പറയുന്നേ? ആ കണ്ടമ്മേ, അവർ മാത്രമല്ല രാജു അവിടെ വന്നിരുന്നു. അവരൊക്കെ ചേർന്ന് എന്തൊക്കെയോ പരിപാടി പ്ലാൻ ചെയ്യുന്നുണ്ട്. അവർ 3 പേരും ചേർന്ന് എന്തോ പരിപാടി പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ കല്യാണം മുടക്കാനുള്ള കാര്യം തന്നെ ആയിരിക്കും. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഇത്. അമ്മേ ഞാൻ വേണ്ടമ്മേ അവരുടെ വീഡിയോ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് എന്നും പറഞ്ഞ് പത്മാവതിയുടെ വീഡിയോ ആണ് കാണിക്കുന്നത്. എടാ ഋതിക എന്തേ? അമ്മേ ഋതിക ആ സമയത്ത് അങ്ങ് പോയി. എടാ പൊട്ടാ, ഇത് വെച്ചിട്ട് ഞാൻ എന്തെടുക്കാനെടാ? നീ അവർ 2 പേരും കൂടെ നിൽക്കുന്ന ഒരു വീഡിയോയോ ഫോട്ടോയോ എടുത്തുകൊണ്ട് വന്നിരുന്നെങ്കിൽ ഇത് ഞാൻ പ്രതാപനെ കാണിച്ച് വേണ്ടതുപോലെ ചെയ്താനെ.
പത്മാവതിയുടെ പുറകിന് പോയി അവൾ എവിടാ താമസിക്കുന്നത് നീ കണ്ടോ? ഇല്ലമ്മേ, ഞാനിഞ്ഞ് പോന്ന്. ഹൃദയ എന്ത് ചെയ്യമ്മേ? അവളെപ്പോഴേ വന്നല്ലോ. അവളെപ്പോഴേ വന്നെന്നോ? നീ എന്താ പിന്നെ ഇത്രയും താമസിച്ചത്? അതമ്മേ, എൻ്റെ വണ്ടി നടുക്ക് വെച്ചെന്ന് ബ്രേക്ക് ഡൗൺ ആയി. ഞാൻ എങ്ങനെയെങ്കിലും പത്മാവതിയുടെ വീട് ഞാൻ കണ്ടുപിടിക്കുമമ്മേ. കണ്ടുപിടിച്ച് ഞാൻ അവരുടെ ലക്ഷ്യം എന്താണ് അവരുടെ ഗൂഢാലോചനയെന്ന് ഞാൻ കണ്ടുപിടിച്ചിരിക്കും. ഇത് ദീപക് അമ്മയ്ക്ക് തരുന്ന ഉറപ്പാ അമ്മേ എന്നും പറഞ്ഞ് അവരമ്മയും അവനോട് ഇങ്ങനെ വളരെ സന്തോഷിച്ചുകൊണ്ടിരിക്കുവാണ്. പിറ്റേന്ന് രാവിലെ രാജു പതിവ് പോലെ വർമ്മ സാറിൻ്റെ വീട്ടിൽ വന്നിരിക്കുവാണ്. യാമിനിയും ശേഖറും ചേർന്ന് രാജുവിനോട് അവിടെ നടന്ന സംഭവങ്ങളൊക്കെ പറയുവാണ്. രാജു, ഋതികയുടെ കല്യാണം തീരുമാനിച്ചു, നീ അറിഞ്ഞോ? ഡേറ്റും തീരുമാനിച്ചു. ഒരു പെൺകുട്ടി അവളുടെ മനസ്സിൽ മറ്റൊരുത്തനെ വെച്ചോണ്ട് അവളെ വേറൊരു വിവാഹം കഴിക്കാൻ പറയുമ്പോൾ ആ പെൺകുട്ടി അനുഭവിക്കുന്ന വേദന എന്താണെന്ന് രാജുവിന് അറിയില്ലേ? രാജു, നിന്നെ അത്രത്തോളം ഋതികമോളെ സ്നേഹിക്കുന്നുണ്ട്. ഇനിയും സമയം വൈകിയിട്ടില്ല. അപ്പോൾ ശേഖർ പറഞ്ഞു, രാജു, നീ ഒരു വാക്ക് പറഞ്ഞാൽ മതി, പ്രതാപേട്ടൻ ഋതികയെ നീയുമായിട്ടുള്ള വിവാഹം നടത്തിത്തരും. അപ്പോഴും രാജു ഒരു പൊട്ടനെ പോലെ അങ്ങനെ നോക്കി നിൽക്കുവാണ്. യാമിനി പറയുന്നു, ദീപക്കുമായിട്ടുള്ള അവളുടെ വിവാഹം നേരത്തെ തീരുമാനിച്ചപ്പോൾ ഞങ്ങൾ ഒന്നും പറയാതിരുന്നത് അന്ന് ഋതികമോളുടെ മനസ്സിൽ ഇങ്ങനെ ഒരാളുണ്ടെന്ന് ഞങ്ങൾക്കറിയില്ലായിരുന്നു. ഇപ്പോൾ ഞങ്ങൾക്കറിയാം ഋതികമോളുടെ മനസ്സിൽ രാജു നീയാണെന്ന്. ഇതറിഞ്ഞിരുന്നുകൊണ്ട് ഈ കല്യാണത്തിന് ഞങ്ങൾക്ക് കൂട്ടുനിൽക്കാനാവില്ല. അതും ദീപക്കിനെക്കുറിച്ച് നിനക്ക് നല്ലതുപോലെ അറിയാം. അവനെപ്പോലെ ഒരാളിൻ്റെ കയ്യിൽ ഋതികമോളുടെ ജീവിതം എങ്ങനെ ആയിരിക്കുമെന്നും രാജുവിന് നല്ലതുപോലെ അറിയാം. രാജു, ഇനിയും സമയം വൈകിയിട്ടില്ല എന്നിങ്ങനെ പറയുമ്പോൾ രാജു പറയുന്നു, മേഡം, അതിന് കല്യാണ ഡേറ്റ് എന്നാ എടുത്തത്? അത് മറ്റന്നാളാണ് എടുത്തിരിക്കുന്നത്. അത് നടക്കത്തില്ലല്ലോ, അതെങ്ങനെ നടക്കും എന്നാണ് രാജു പറയുന്നത്. അപ്പോൾ യാമിനി ചോദിക്കുന്നത്, അതെന്താ രാജു അങ്ങനെ പറഞ്ഞത്? അപ്പോൾ ഫ്രണ്ട്സ്, രാജു എന്തോ തീരുമാനം എടുത്തിട്ടുണ്ടെന്ന് മനസ്സിലാകുന്നു. ഒരുപക്ഷെ രാജു നല്ലതുപോലെ തീരുമാനിച്ചിട്ട് ഋതികയെ സ്വന്തമാക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കും. അല്ലെങ്കിൽ ദീപക് വഞ്ചിച്ച ആ പെൺകുട്ടിയെയും കുഞ്ഞിനെയും കൊണ്ടുവന്ന് വിവാഹം മുടക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഫ്രണ്ട്സ്, എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.